ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അഭിഷേകാണ്. സോ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ 220 വീഡിയോ തന്നെയാണ് കേട്ടോ. നമ്മൾ 220 ഏത് വീഡിയോ ഇടുമ്പോഴും എൻ്റെ അടുത്ത് ഒത്തിരി പേര് ചോദിക്കുന്ന ചോദ്യമാണ്, ബ്രോ ഇത് 220 ആണോ 180 ആണോ എന്ന് കേട്ടോ. സംഭവം ഇത് 180 ഒന്നുമല്ല, 220 തന്നെയാണ്. അത് സംശയം തോന്നാനായിട്ടുള്ള മെയിൻ കാരണമാണ് സൈലൻസർ കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് സൈലൻസർ ചേഞ്ച് ചെയ്യാനായിട്ട് പോവുകയാണ്. വേറൊന്നുമല്ല, നമ്മുടെ അക്രോപോവിച്ചിൻ്റെ സൈലൻസറാണ് സെറ്റ് ചെയ്യാനായിട്ട് പോകണം. സൈലൻസർ അക്രോപോവിച്ചിൻ്റെ ഒറിജിനലൊന്നുമല്ല, നമ്മുടെ കോപ്പി സാധനം ഉണ്ടല്ലോ, അതാണ് സെറ്റ് ചെയ്യാനായിട്ട് പോകണം കേട്ടോ. അപ്പം നമ്മൾ ആ വീഡിയോ ഇന്ന് അതാണ്. സോ ഇത് 220 ആണ് എന്നുള്ളതിന് ഞാൻ തെളിവ് ഉൾപ്പെടെ കാണിച്ചു തരാം കേട്ടോ. ഇതിൻ്റെ ബുക്ക് പേപ്പർ അല്ലെങ്കിൽ നമ്പർ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് 220 ആണെന്നുള്ള കാര്യം. സോ ഇതാണ് നമ്മുടെ 220 ആണെന്ന് തെളിയിക്കാൻ ഞാൻ കണ്ടുപിടിച്ച കാര്യം കേട്ടോ. ഓയിൽ കൂൾഡും പിന്നെ അവിടെ നിന്ന് വരുന്ന വാൾവും കാര്യങ്ങളും എഞ്ചിനിൽ കണക്ട് ചെയ്യുന്ന കാര്യങ്ങളും സംഭവങ്ങളൊക്കെ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് ഗൈസ്. ഇത് 220 ആണ് കേട്ടോ. അപ്പം ഒരിക്കലും നമുക്ക് 180 220 കൺവേർട്ട് ചെയ്താൽ ഈ ഒരു ലുക്ക് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. കിറ്റൊക്കെ ഭയങ്കര വൈബ്രേഷനും കാര്യങ്ങളൊക്കെ ആയിരിക്കും, കാരണം ഫുൾ ക്ലാമ്പ് ചെയ്ത് വയ്ക്കുന്ന പരിപാടിയാണ് കേട്ടോ 180 220 ആക്കുമ്പോൾ. സോ ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ 220 സൈലൻസർ ചേഞ്ച് ചെയ്യാനായിട്ട് പോകാൻ കേട്ടോ. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ പുറത്ത് ആ ബോക്സിലിരിക്കുന്ന സാധനമാണ് സൈലൻസർ. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അൺബോക്സിങ് ആണ് കേട്ടോ. ഇത് സൈലൻസറിൻ്റെ ക്ലാമ്പാണ് കേട്ടോ. ഈ ക്ലാമ്പ് നമുക്ക് ഇവിടെ ആയിട്ട് സെറ്റ് ചെയ്ത് വയ്ക്കാനുള്ള ക്ലാമ്പാണ്. അപ്പോൾ അത് മാറ്റി വയ്ക്കാം. അതിന് മുന്നേ ഇതാണ് അക്രാപോവിച്ചിൻ്റെ സ്റ്റിക്കർ കേട്ടോ. ഇത് നമുക്ക് സൈലൻസർ സെറ്റ് ചെയ്തിട്ട് അതിലൊട്ടിക്കാനുള്ളതാണ്. ബാക്കിൽ 3mm ടാപ്പും കാര്യങ്ങളൊക്കെ പറഞ്ഞുണ്ട്. ഇതും കൊള്ളാം. അപ്പം നമ്മളെ വെടിക്കുറ്റി സാധനം ഇതാണ് കേട്ടോ. പൊളിയല്ലേ. ഇതാ തുമ്പിലായിട്ട് കാർബൺ ഫൈബറിൻ്റെ സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ പറഞ്ഞുണ്ട്. പക്ഷേ ഒരു ബ്ലാക്ക് തീം ആയതാണ് എനിക്കൊരു ഫെയിലിയറായിട്ട് തോന്നണം കേട്ടോ. അതായത് കംപ്ലീറ്റ്ലി ഒരു ബ്ലാക്കായിട്ട് വന്നിട്ടുള്ളതുകൊണ്ട്, എന്നാലും നമ്മുടെ 220 ബ്ലാക്ക് ആയതുകൊണ്ട് ഇതിന് ചേരും കേട്ടോ. സോ നമ്മുടെ വീഡിയോ ഇത് സെറ്റ് ചെയ്യണ വീഡിയോ ആണ്. അപ്പം ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിക്കാനുള്ള വേറെ ഒന്നുമില്ല. നമ്മുടെ ബെൻ പൈപ്പ് എന്തായാലും 180 ബെൻ പൈപ്പാണ് ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് നമുക്ക് ചേഞ്ച് ചെയ്യേണ്ട. അപ്പം ആ ഒരു ബെൻ പൈപ്പിൽ തന്നെ ഇവിടെ വെച്ച് കട്ട് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യാനായിട്ട്. ഇവിടെ വെച്ച് കട്ട് ചെയ്തിട്ട് ഈ ഒരു മഫ്ലർ വെച്ചിട്ട് മഫ്ലറിലോട്ട് കയറ്റി വയ്ക്കും കേട്ടോ. അപ്പം ഇത് ചെയ്യാനായിട്ട് നോർമൽ വെൽഡിങ് വർക്ക്ഷോപ്പിൽ പോയാൽ പറ്റുള്ളൂ കേട്ടോ. ഈ ഗ്യാസ് വെൽഡൊക്കെ ചെയ്യുന്ന ഷോപ്പിൽ പോയാലേ പറ്റുള്ളൂ. അപ്പം എൻ്റെ വീടിൻ്റെ കുറച്ച് അപ്പുറത്തായിട്ട് ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അവിടെ പോയി ഇത് സെറ്റ് ചെയ്യാം കേട്ടോ. ഇതിൽ പിന്നെ DB കാര്യങ്ങളൊക്കെ പറഞ്ഞതാണ്. നമ്മൾ DB ഒന്നും കട്ട് ചെയ്യാനുള്ള ഈ സ്റ്റോക്ക്, അതായത് DB ഒക്കെ വെച്ച് തന്നെയാണ് നമ്മൾ ഓട്ടിക്കുന്നത്. അപ്പം ഇത് നമ്മൾ പുതിയത് എടുത്തിട്ടുള്ളതാണ് കേട്ടോ. നമ്മുടെ റീകോഡ് ഓട്ടോമോട്ടീവാണ് നമുക്കിത് പുതിയതെടുത്ത് തന്നിട്ടുള്ളത്. ഇതിൻ്റെ മാർക്കറ്റ് പ്രൈസ് ഏകദേശം 2300 2400 രൂപ പറഞ്ഞുണ്ട്. നമുക്കിത് കിട്ടിയിട്ടുള്ളത് 2000 രൂപയ്ക്കാണ് കേട്ടോ. അത്യാവശ്യം നൈസ് സാധനമാണ്. ഒരു വെടിക്കുറ്റി സാധനം കേട്ടോ. അത് തീരെ വെയിറ്റ് ഒന്നുമില്ല, നല്ല വെയിറ്റ് കുറഞ്ഞ വെയിറ്റ്ലെസ് സാധനമൊക്കെയാണ്. നമ്മൾ DB ഒന്ന് കട്ട് ചെയ്യാനുള്ള DB ഒക്കെ വെച്ച് തന്നെയാണ് ഓട്ടിക്കുന്നത് കേട്ടോ. അപ്പം ഇതിൽ കുറേ പേര് കമൻറ്റ് ചെയ്യും, ബ്രോ ഇത് ഇല്ലീഗലാണ്, സ്റ്റോക്കാണ് നല്ലതെന്നൊക്കെ. ജസ്റ്റ് ഒരു ന്യൂ ഇയർ കഴിഞ്ഞിട്ട് ഞാൻ മാക്സിമം സ്റ്റോക്ക് ആക്കും കേട്ടോ. ഈ ഒരു സാധനം കൊടുത്തിട്ട് ഞാൻ മാക്സിമം സ്റ്റോക്ക് ആക്കും. എനിക്കും പിന്നെ ന്യൂ ഇയറും ക്രിസ്മസും ഒക്കെ പറഞ്ഞിട്ടൊന്ന് അടിച്ചു പൊളിച്ച് നടക്കാം എന്നും പറഞ്ഞാണ് ഞാൻ പിന്നെ ഇത് തന്നെ വെച്ചിരിക്കുന്നത് കേട്ടോ. സോ നമുക്കിനി എന്തായാലും ഇത് സെറ്റ് ചെയ്യാം. സോ സാറുകൾ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്താണ് ബെൽ ഐക്കൺ എനേബിളാക്കി. എങ്കിൽ മാത്രമേ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പും ഇൻസ്റ്റാഗ്രാം ഐ ഡിയും കാര്യങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ ജസ്റ്റ് ഒന്ന് കയറി പവർ ആക്കുക കേട്ടോ. ഇതുപോലെ 220 ഡൊമിനോറിനും ബൈക്ക് റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് കണ്ടൻറ്റും കാര്യങ്ങൾ വേണമെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൊടുക്കട്ടെ, പവർ ആക്കാം. നമ്മളങ്ങനെ സെറ്റ് ചെയ്യാനായിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ വെൽഡിങ് ചെയ്യുന്ന വർക്ക്ഷോപ്പിൽ എത്തിയിട്ടുണ്ട്. സംഭവം ഈ ഒരു മഫ്ലറാണ് ഞാൻ പറഞ്ഞിട്ട്. ഈ ഒരു മഫ്ലർ വെച്ച് സെറ്റ് ചെയ്ത് പക്കയായിട്ട് വയ്ക്കും കേട്ടോ. പറയണ എത്രത്തോളം ക്ലാരിറ്റി ഇട്ടോന്ന് അറിഞ്ഞുകൂടാ, മൈക്ക് അഡാപ്റ്റർ കംപ്ലൈൻ്റ് ആണ് കേട്ടോ, അതുകൊണ്ടാണ്. സോ ഞാൻ പറഞ്ഞുതരാം, വേറെ ഒന്നുമില്ല. നമ്മൾ ഇതിനെ ഇവിടെ വെച്ച് കട്ട് ചെയ്തിട്ട് ഈ സൈലൻസർ അങ്ങ് കയറ്റി വയ്ക്കും കേട്ടോ. എന്നിട്ട് ഈ ഒരു ക്ലാമ്പ് ഉണ്ട്, ഈ ഒരു ക്ലാമ്പ് വെച്ച് അങ്ങ് സെറ്റ് ചെയ്ത് വയ്ക്കും. പിന്നെ ഇവിടെ ഒരു ഇതുണ്ട്, ഒരു സ്പ്രിങ്, ആ സ്പ്രിങ് ഇതിൽ പിടിച്ചിടാനുള്ളതാണ്. സോ ആ സ്പ്രിങ്ങും കൂടെ ഇടാനുള്ള സെറ്റപ്പ് ചെയ്യും. പിന്നെ പവറാണ് കേട്ടോ. പവറെന്ന് വെച്ചാൽ അമ്മാതിരി പവറാണ്. നമ്മൾ DB ഒന്നും ഊരിയിട്ടില്ല കേട്ടോ. DB വെച്ച് തന്നെയാണ് സെറ്റ് ചെയ്യണം. അപ്പോൾ DB ഒക്കെ വെച്ച് തന്നെ നമ്മൾ സൈലൻസർ സെറ്റ് ചെയ്യാൻ പോകണം കേട്ടോ. സോ നമുക്കിനി എന്തായാലും വർക്ക് ചെയ്യാനായിട്ട് അതാ ഡ്രില്ലറൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. സോ നമുക്ക് എന്തായാലും വർക്കിലോട്ട് പോകാം. സൈലൻസർ അഴിച്ചിട്ടുണ്ട് കേട്ടോ. ചൂടുണ്ടല്ലേ. സൈലൻസർ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ. ഇനി നമുക്ക് എന്തായാലും സെറ്റിങ് ചെയ്യണം കേട്ടോ. പിന്നെ ഈ ഒരു ബോൾട്ട് ഉണ്ട്, ഇതൊരു അല്ലെങ്കിൽ ബോൾട്ടാണ്. ഈ ഒരു അല്ലെങ്കിൽ ബോൾട്ട് അഴിച്ചെടുക്കണം, വർക്ക് ചെയ്യാം. ഗൈസ്, സൈലൻസർ അഴിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ 180 സൈലൻസർ റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വണ്ടിയുടെ അവസ്ഥ ഉണ്ടോ, ഇതാണ് വണ്ടിയുടെ അവസ്ഥ കേട്ടോ. ഫുൾ സൈലൻസർ ഇല്ലാതിരിക്കുകയാണ്. പിന്നെ നമ്മളെ സൈലൻസർ കൂടെ കവറൊക്കെ എടുത്ത് കളയാനായിട്ടോ. നമ്മളെ മഫ്ലർ
ഇനി ഈ ഒരു പാർട്ടിലായിട്ട് നമ്മൾ മഫ്ലർ സെറ്റ് ചെയ്യണം കേട്ടോ. ആ സെറ്റ് ചെയ്യണേ കുറച്ച് പണിയാണ് വെച്ചാൽ ചടങ്ങ് പരിപാടിയാണ് കേട്ടോ. അപ്പം വർക്ക് ഓരോന്നായിട്ട് ഇവിടെ പാസ് ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സൈലൻസർ വെച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ ചുമ്മാ ജസ്റ്റ് ഒന്ന് എടുത്ത് വെച്ച് നോക്കിയതാണ് കേട്ടോ. ലുക്ക് കണ്ടോ, ഞാൻ വിചാരിച്ചല്ല കേട്ടോ മാരൊരു ലുക്ക് തന്നെ തരണമുണ്ട്. ഇത് നമ്മൾ ചുമ്മാ ജസ്റ്റ് വെച്ച് നോക്കിയതാണ്. സൗണ്ടൊക്കെ എന്തായാലും ഫുള്ള് സെറ്റ് ചെയ്ത് കാണിക്കട്ടെ, അല്ലെങ്കിൽ അവിടെ നേരെ ലീക്കായി പ്രത്യേക ഒരു സൗണ്ടായിരിക്കും കേട്ടോ. ഒരു അരോചകമായ സൗണ്ടായിരിക്കും. ഇപ്പോൾ വണ്ടിയുടെ ലുക്ക് എന്തായാലും നൈസാണ് കേട്ടോ. ഇനി നമ്മൾ ഈ ഒരു പോർഷനിലായിട്ട് ഇടാനുള്ള ക്ലാമ്പ് സെറ്റ് ചെയ്യണം കേട്ടോ. അതിൻ്റെ അകത്തൊരു റബ്ബർ ബീഡിങ് ഉണ്ട്. ആ ബീഡിങ് സെറ്റ് ചെയ്തിട്ടേ നമുക്ക് ഇടാൻ പറ്റും. ആ ക്ലാമ്പ് സെറ്റ് ചെയ്യുന്ന പരിപാടിയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അതായത് ഈ ഒരു പോർഷനിലായിട്ട് നമുക്ക് ഇടാനുള്ള കേട്ടോ. അപ്പം നല്ലൊരു ഹോൾഡായിരിക്കും, വേറെ അനക്കോ ചാട്ടോ കാര്യങ്ങളൊന്നും വരില്ല കേട്ടോ. നമ്മളെ സ്റ്റോക്ക് അതായത് എക്സോസ്റ്റിൽ പറഞ്ഞ ക്ലാമ്പിൻ്റെ ഹോൾ ചെറുതാണ് കേട്ടോ. അതായത് നമ്മളെ ഈ ഇതിൽ കയറാനായിട്ടുള്ള ബോൾട്ട് കയറില്ല കേട്ടോ. അതൊരു അല്ലെങ്കിൽ ബോൾട്ടാണ്, അത് കയറില്ല. സോ അതുകൊണ്ട് നമ്മളെ ചേട്ടൻ അത് വലുതാക്കുകയാണ് കേട്ടോ ആ ഒരു ഹോള്. അപ്പോൾ ഇനി സിമ്പിളായിട്ട് അതും കയറും, അത് വേണ്ടാണ് ഇപ്പോൾ വലുതാക്കി എടുത്തിട്ടുള്ള കേട്ടോ. സോ ഇതാ നമ്മളെ ക്ലാമ്പ് സെറ്റ് ചെയ്യണം കേട്ടോ. ക്ലാമ്പ് സെറ്റ് ചെയ്തിട്ട് വെൽഡ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് അവിടെ നിന്ന് ഇളകി പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് ക്ലാമ്പ് സെറ്റ് ചെയ്തിട്ട് വെൽഡ് ചെയ്യണം. സോ ഇപ്പോൾ ക്ലാമ്പ് സെറ്റ് ചെയ്യാനാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. സംഭവം സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതായത് ഇവിടുത്തെ ഈ ക്ലാമ്പിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത പണിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് സ്റ്റിക്കറാണ് കേട്ടോ. ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കി കളയാനായിട്ട് പറ്റും. ഇനി അടുത്ത പണിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ വെൽഡിംഗ് ആണ് കേട്ടോ. ഇതൊരു ചടങ്ങ് പരിപാടിയാണ്, പക്ഷേ നമുക്ക് വെൽഡ് ചെയ്തെടുക്കാം കേട്ടോ. ഗ്യാസ് വെൽഡ് ഉണ്ടെങ്കിൽ എളുപ്പമാണ്. അപ്പോൾ നമുക്ക് ഗ്യാസ് വെൽഡ് വെച്ച് വെൽഡ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. നമ്മൾ ചേട്ടാ അവിടെ ഗ്യാസ് വെൽഡൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ നമ്മൾ അടുത്ത പരിപാടി എന്ന് വെച്ചാൽ ഇത് ഗ്യാസ് വെൽഡ് വെച്ച് വെൽഡ് ചെയ്യുന്നതാണ് കേട്ടോ. എന്നിട്ട് നമുക്ക് കേൾക്കാം സൗണ്ട് എങ്ങനെയാണെന്ന്. ഞാനും ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ ഇതിൻ്റെ സൗണ്ട് എങ്ങനെയാണെന്ന് ജസ്റ്റ് അറിയാനായിട്ട്. സോ നമുക്ക് എന്തായാലും ബാക്കി വർക്കിലോട്ട് പോകാം. അങ്ങനെ വെൽഡിങ് പണി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഗ്യാസ് വെൽഡാണ്. അപ്പോൾ ഗ്യാസ് വെൽഡിങ്ങിനായിട്ടുള്ള വെൽഡിങ് വർക്ക് തുടങ്ങിയിട്ടുണ്ട്. ജസ്റ്റ് മാറി ഇതിന് കാണിച്ചു തരാം കേട്ടോ. ജസ്റ്റ് മുകൾ ഭാഗം അത്രയും വെൽഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ തൊട്ടാൽ നമ്മളെ ഉയരും കൊണ്ട് പോകും കേട്ടോ. ഇതാ പിന്നെ വേറൊരു സാധനം മനസ്സിലുണ്ട്, ഇതിൻ്റെ അകത്തോട്ട് പോകുന്നുണ്ട് സ്മോക്കിംഗ് എഫക്റ്റ്. ജസ്റ്റ് നമ്മൾ എക്സോസ്റ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി എക്സോസ്റ്റിൻ്റെ ഒരു ക്ലാമ്പ് ഉണ്ട് കേട്ടോ. ആ ക്ലാമ്പ് സെറ്റ് ചെയ്യുന്ന പരിപാടിയാണ്. അപ്പോൾ ഇതാ ക്ലാമ്പാണ് ഇപ്പോൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അതായത് ഈ ഒരു സ്പ്രിങ് പിടിച്ചിടാനുള്ള ക്ലാമ്പാണ്. ഈ ഒരു സ്പ്രിങ് കേട്ടോ, അത് പിടിച്ചിടാനുള്ള ക്ലാമ്പാണ്. ക്ലാമ്പൊക്കെ അതിൻ്റെ കൂടെ തന്നെ വരും കേട്ടോ. അതാണ് ഞാൻ പിന്നെ ഫ്രഷ് പുതിയ സാധനം തന്നെ എടുത്തതിനുള്ള കാരണം. അല്ലെങ്കിൽ സെക്കൻഡ് ഡേ കിട്ടും, അല്ലെങ്കിൽ അതെടുത്തായിരുന്നു കേട്ടോ. അങ്ങനെ ക്ലാമ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് ക്ലാമ്പ്, ഈ ഒരു ക്ലാമ്പ്. അതായത് ഞാൻ ക്ലാമ്പ് കാണിച്ചു തരാം. ഈ സാധനമാണ് ക്ലാമ്പ് എന്ന് പറയുന്നത്. ഈ സാധനം ഉണ്ടെങ്കിൽ നമുക്ക് ഈ സ്പ്രിങ് പിടിച്ചിടാനായിട്ട് പറ്റും. അപ്പോൾ ആ സാധനവും സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് ആ വർക്ക് മൊത്തം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. സ്പ്രിങ്ങും കാര്യങ്ങളും ഇട്ടിട്ടുണ്ട്. നമ്മളെ വണ്ടി ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് ശരിയാണ്. ജസ്റ്റ് ഒന്ന് റവ് ചെയ്ത് ഭയങ്കര അലന്ന സൗണ്ടൊന്നും അല്ല കേട്ടോ. അത്യാവശ്യം നല്ല നീറ്റായിട്ടുള്ള സൗണ്ട് തന്നെയാണ്. പക്ക വർക്കാണ് കേട്ടോ. പക്ക വർക്ക് വെച്ചാൽ നീറ്റായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് കാണാം അത്യാവശ്യം നല്ല നീറ്റായിട്ട് തന്നെ വർക്ക് ചെയ്തിട്ടുണ്ട്. വേറെ അലന്ന വർക്കൊന്നും അല്ല കേട്ടോ. അത്യാവശ്യം നീറ്റ് തന്നെ. ജസ്റ്റ് നമുക്കിനി ഇവിടെ നിന്ന് ഇറങ്ങാം കേട്ടോ. അതിനും കൂടെ നമുക്ക് ഈ ഒരു സൈലൻസർ ഇവിടെ ജസ്റ്റ് ഒന്ന് മാറ്റി വെച്ചിരിക്കുകയാണ് കേട്ടോ. പിന്നീട് നമുക്ക് വന്നെടുക്കാം, കാരണം ഇപ്പം ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ, നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ല കേട്ടോ. അതുകൊണ്ട് ഇവിടെ ഒന്ന് മാറ്റി വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്കിനി എന്തായാലും നൈസായിട്ട് ഇവിടെ നിന്ന് ഇറങ്ങാം കേട്ടോ. ഗൈസ് നമ്മളെ വണ്ടിയുടെ എക്സോസ്റ്റ് വർക്കും കാര്യങ്ങളൊക്കെ പക്കയായിട്ട് നീറ്റായിട്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അതായത് നല്ല വൃത്തിക്ക് തന്നെ നമ്മൾ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ മൈക്ക് അഡാപ്റ്റർ കംപ്ലൈൻറ്റ് ആയതുകൊണ്ടാണ് നമ്മൾ ഔട്ട്ഡോർ വീഡിയോ ഫോണിൽ ഷൂട്ട് ചെയ്യണം കേട്ടോ. അപ്പം ഇതിൻ്റെ എക്സോസ്റ്റിനോട് ഞാൻ ജസ്റ്റ് ഒന്ന് കേൾപ്പിച്ച് തരാം. അപ്പോൾ ഇതിൽ DB ഉണ്ട് കേട്ടോ. നമ്മളിപ്പം ഇത് ഈ ഒരു അക്രാപോവിക്കിൻ്റെ എക്സോസ്റ്റ് വെച്ചിട്ട് ഏകദേശം ഒരാഴ്ചത്തോളം ആയി കേട്ടോ. അങ്ങനെ ഞാനിതിൻ്റെ DB കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കട്ട് ചെയ്തല്ല, ഇവിടുത്തെ ഇതൊരു അല്ലെങ്കിൽ ബോൾട്ടാണ് കേട്ടോ. ഇതൊരു അല്ലെങ്കിൽ ബോൾട്ടാണ്. ഈ ബോൾട്ട് നമ്മൾ അല്ലെങ്കിൽ ഇട്ട് ഇളക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ സാധനമാണ് ഇവിടെ വരുന്നത്. ഇവിടെ വരുമ്പോൾ ഇങ്ങനെ ഇരിക്കും കേട്ടോ. നമ്മളിങ്ങനെ ഇതിനെ നൈസായിട്ട് ഇളക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു വലിയ തുള കണക്കാണ് കിടക്കുന്നത് കേട്ടോ. അപ്പം ജസ്റ്റ് DB ഇല്ലാത്ത സൗണ്ട് ഞാൻ കേൾപ്പിച്ച് തരാം കേട്ടോ. വലിയ ഇതൊന്നുമില്ല എങ്കിലും ജസ്റ്റ് ഓക്കെയാണ്. ഓക്കെ ആണെന്ന് പറയാനേ പറ്റത്തുള്ളൂ കേട്ടോ. ഇതാണ് വണ്ടി ഇനിഷ്യലിൽ നിൽക്കുമ്പോൾ ഉള്ള കേട്ടോ. ഒരു ചെറിയ ബാസി ഫീലാണ് ഇനിഷ്യലിൽ നിൽക്കുമ്പോൾ ഉള്ളത്. പക്ഷെ റിവ് ചെയ്യുമ്പോഴാണ് ഇതാണ് റിവ് ചെയ്യുമ്പോഴുള്ള സൗണ്ട് കേട്ടോ. ഇവിടെ നിന്ന് വലിയ ആൾക്കാരൊന്നും ഇല്ലാത്ത ഏരിയയാണ്, അതുകൊണ്ടാണ് ജസ്റ്റ് നല്ലതായിട്ടൊന്ന് കൊണ്ടിട്ട് റിവ് ചെയ്തേട്ടോ. അപ്പം ഇതാണ് നമ്മുടെ എക്സോസ്റ്റ് നോട്ട് കേട്ടോ. ജസ്റ്റ് ഇതിൻ്റെ DB വച്ചിട്ടുള്ള സൗണ്ടും കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് കേൾപ്പിച്ച് തരാം. പക്ഷേ നമ്മളിപ്പോൾ ഇതിൻ്റെ DB സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സാധനം നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. DB സെറ്റ് ചെയ്യുമ്പോൾ വെച്ചാൽ വലിയ സൗണ്ടൊന്നുമില്ല കേട്ടോ. അത്യാവശ്യം നല്ല നീറ്റായിട്ടുള്ള സൗണ്ട് തന്നെയാണ്. ഇതാണ് DB വച്ചപ്പോഴുള്ള സൗണ്ട് കേട്ടോ.
സംഭവം നമ്മളെ ന്യൂ ഇയറും ക്രിസ്മസും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാൻ ന്യൂ ഇയർ പ്രമാണിച്ചാണ് ഈ ഒരു എക്സോസ്റ്റ് വണ്ടിയിൽ വച്ചത് തന്നെയും. അപ്പം ഈ ഒരു എക്സോസ്റ്റ് നമ്മൾ സെയിൽ ചെയ്യാൻ പോവേണ്ട കേട്ടോ. പുതിയ എക്സോസ്റ്റാണ്. പുതിയതെന്ന് വെച്ചാൽ പുതിയ എക്സോസ്റ്റാണ്. അപ്പം ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും നമ്മുടെ 220, 180, 150 എക്സോസ്റ്റ് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ AKRAPOVICൻ്റെ പുതിയ എക്സോസ്റ്റ് സെയിലിനുണ്ട് കേട്ടോ. കാരണം നമ്മൾ ഈ ഒരു എക്സോസ്റ്റ് സെറ്റ് ചെയ്യണമെന്ന് പറയുമ്പോൾ ഒത്തിരി പേര് നമുക്ക് കമൻറ്റ് ചെയ്തിട്ടുണ്ട്, ബ്രോ സ്റ്റോക്ക് ആക്കണം, എക്സോസ്റ്റ് ആക്കണം, സ്റ്റോക്ക് സൈലൻസർ ആക്കണം എന്നൊക്കെ. സോ അവരുടെയൊക്കെ അഭിപ്രായങ്ങൾ മാനിച്ച് നമ്മളിത് സ്റ്റോക്ക് ആക്കാനായിട്ട് പോകാനായിട്ട്. വേറെ ഒന്നും കൊണ്ടല്ല, നമ്മൾ ഏകദേശം 2 ആഴ്ചത്തോളം ഈ ഒരു എക്സോസ്റ്റ് വെച്ച് പൊളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരു 2 ആഴ്ച മാത്രം ഉപയോഗിച്ചൊരു എക്സോസ്റ്റാണ് കേട്ടോ. അത്യാവശ്യം നല്ലൊരു പ്രൈസിങ് ഉണ്ട്. ഞാൻ ഈ എക്സോസ്റ്റ് തരാം. നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ നമ്പറും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. സോ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ മറക്കണ്ട. നമ്മുടെ മൈക്ക് അഡാപ്റ്റർ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇപ്പോൾ വ്ളോഗ് ചെയ്യാനൊക്കെ ഭയങ്കര ഒരു ഷോക അവസ്ഥയാണ് കേട്ടോ. അതായത് ഒന്നിനൊരു ഇൻട്രസ്റ്റ് തോന്നാത്തൊരവസ്ഥയാണ്. എന്തായാലും നമ്മൾ പഴയ പോലെ പവറായിട്ട് തിരിച്ചു വരും കേട്ടോ. സോ ഗൈസ് ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ട്വിറ്റർ ഇഷ്ടപ്പെടുന്നവരാണ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടി കൊടുക്കുക. പവറാക്കാം. ബൈ ബൈ.